ചാരം മൂടിപ്പോകുമായിരുന്ന ജസ്ന തിരോധാന കേസിലെ പുനരന്വേഷണം സാധ്യമായത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിൻ്റെ പോരാട്ടത്തിനൊടുവിലാണ്. വർഷങ്ങൾ നീണ്ട ജെയിംസ് ജോസഫിൻ്റെ അന്വേഷണത്തിലെ പുതിയ കണ്ടെത്തലുകൾ CBI അന്വേഷിക്കും. അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളും വ്യാഴാഴ്ചകളിൽ ജസ്ന പോയിരുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിലെ വിവരങ്ങളും CBI അന്വേഷിക്കുന്നുണ്ട്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷണത്തിൽ എങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. സുകുമാരക്കുറുപ്പ് കേസ് കഴിഞ്ഞാൽ കേരള പോലീസിനെ ഏറ്റവും അധികം വട്ടം കറക്കിയ ഒരു കേസ്, അതാണ് ജസ്ന തിരോധാന കേസ്. 3 അന്വേഷണ ഏജൻസികൾ, 194 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്. 6 വർഷം മുൻപ് കാണാതായ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ തുടരന്വേഷണത്തിന് ഇന്ന് കോടതി നിർദ്ദേശിച്ചു. അതും ജസ്നയുടെ പിതാവിൻ്റെ അന്വേഷണത്തിലെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ. 2018 മാർച്ച് 22 മുണ്ടക്കയത്തെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന വീട് വിട്ടിറങ്ങിയത്. അന്ന് ജസ്നയ്ക്ക് 20 വയസ്സായിരുന്നു. മുക്കൂട്ടുതറയിൽ നിന്ന് ബസ്സിൽ കയറിയ ജസ്ന 6 കിലോമീറ്റർ അകലെ എരുമേലി ബസ് സ്റ്റാൻഡ് വരെ എത്തിയതിന് തെളിവുണ്ട്. പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല. എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചുവെന്നോ ദുരൂഹമായി തുടരുന്നു. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം. 2018 ഏപ്രിലിൽ ആദ്യ പ്രത്യേക അന്വേഷണ സംഘം ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 2 ലക്ഷം രൂപ പാരിതോഷിക തുകയും പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത മാസം മെയ്യിൽ വീണ്ടും മറ്റൊരു പ്രത്യേക അന്വേഷണ സംഘം പാരിതോഷിക തുക 2 നിന്നും 5 ലക്ഷത്തിലേക്ക് ഉയർത്തി. പക്ഷേ ഫലമുണ്ടായില്ല. കാണാതായ ദിവസം ജസ്നയെ ഫോണിലേക്ക് വിളിച്ച ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. 2018 ഒക്ടോബർ 2 കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ടോമിൻ ജെ തച്ചങ്കരുടെ നേതൃത്വത്തിൽ അന്ന് കൂടത്തായി കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ KG സൈമൺ അടക്കം നേരിട്ട് അന്വേഷിച്ചു. 1 ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു. 250-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. പക്ഷേ ജസ്നയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രതിഷേധം ശക്തമായി. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അങ്ങനെ 2021 മാർച്ചിൽ CBI ഈ കേസ് ഏറ്റെടുത്തു. 2022 മാർച്ചിൽ CBI ജസ്നയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇന്റർപോളിന്റെ സഹായം തേടി. 190-ലധികം രാജ്യങ്ങളിൽ ജസ്നയ്ക്കായി യെല്ലോ നോട്ടീസ് നൽകി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ജസ്ന മതപരിവർത്തനം നടത്തിയെന്നും തീവ്രവാദ സംഘടനയിൽ ചേർന്നെന്നുമുള്ള പ്രചാരണം CBI തള്ളി. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം തിരുവനന്തപുരം CBI കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പിന്നാലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ജസ്നയുടെ പിതാവിൻ്റെ ഹർജി തിരുവനന്തപുരം CJM കോടതിയിൽ. ഗുരുതര ആരോപണങ്ങളുള്ള ആ ഹർജിയാണ് നിർണായക വഴിത്തിരിവായത്. ജസ്നയുടെ പിതാവിൻ്റെ ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ജസ്നയുമായി രഹസ്യമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് CBI അന്വേഷിച്ചില്ല. ജസ്ന സ്ഥിരമായി വ്യാഴാഴ്ചകളിൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകുമായിരുന്നു. അക്കാര്യവും CBI അന്വേഷിച്ചില്ല. ജസ്നയുടെ വസ്ത്രത്തിലെ അമിത രക്തക്കറ ഗർഭിണിയാണോ എന്ന സംശയമുയർത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് പോലും പിതാവ് കോടതിയെ അറിയിച്ചു. ഹർജി തിരുവനന്തപുരം CJM കോടതി ഗൗരവമായി പരിഗണിച്ചു. CBIയോട് കേസ് ഡയറി തേടി പരിശോധിച്ചു. ജസ്നയുടെ പിതാവ് ഉയർത്തിയ ആരോപണങ്ങൾ CBI അന്വേഷിച്ചില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ജസ്നയുടെ പിതാവ് മുദ്രവെച്ച കവറിൽ നൽകിയ അജ്ഞാത സുഹൃത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ കോടതി CBI അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. തെളിയ കേസായി അവസാനിക്കുമായിരുന്ന ജസ്ന തിരോധാന കേസിൽ പിതാവിൻ്റെ ഇച്ഛാശക്തിയാണ് നിർണായകമായത്. പിതാവ് കണ്ടെത്തിയ തെളിവുകളിൽ CBI വിശദമായ അന്വേഷണം നടത്തും. ഇനിയെങ്കിലും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം.
ക്യാമറമാൻ അഭിലാഷ് പുഴുവങ്കൂടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.